തലൈവർ 173 നമ്മൾ തന്നെ മുമ്പ് അപ്ഡേറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരാ എന്തെന്നുള്ളതൊക്കെ. പക്ഷെ ഫൈനലി അതായത് ഒരാഴ്ച ഗ്യാപ്പിന്റെ ഇടയ്ക്ക് സിനിമയുടെ ഡയറക്ടറെ അവർ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ രാംകുമാർ ബാലകൃഷ്ണനായിരുന്നു പാർക്കിങ്ങിന്റെ സംവിധായകൻ. ഇപ്പൊ വരുന്നത് സിബി ചക്രവർത്തിയാണ് ഡോൺ ഡയറക്ടർ. ഷോക്കിംഗ് ആണ് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാല്, പെട്ടെന്ന് വന്നൊരു ചേഞ്ച് ആയിരുന്നു. പക്ഷെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ആർക്കാണോ പൊങ്കലിന്, അതായത് ഈ വർഷം പൊങ്കലാവാനെ ആ ഒരു വർഷത്തിനുള്ളിൽ ആർക്കാണോ സിനിമ ചെയ്യാൻ പറ്റുക ആ ഒരു ആൾക്കാണ് സിനിമ ഏൽപ്പിച്ചിട്ടുള്ളത്. സ്ക്രിപ്റ്റ് വർക്കും ഇതിപ്പോ നടനും പ്രൊഡക്ഷൻ കമ്പനിയും വന്നിട്ട് സംവിധായകനെ കിട്ടാത്ത അവസ്ഥ വന്ന്. കാരണം നമ്മുടെ ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ അശ്വത് മാരിമുത്ത് ഡ്രാഗന്റെ ഡയറക്ടർ, RJ ബാലാജി, അതുപോലെ നിതിൻ സ്വാമൻ, നമ്മുടെ മഹാരാജ, ഇവരെല്ലാരും പോയി കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫൈനലി ഇവരെ സെലക്ട് ചെയ്തത് സിബിനെയാണ്. എനിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല ഡയറക്ടർ ചെന്നിട്ട് പെട്ടെന്ന് ഒരു സിനിമ ചെയ്തിട്ട് അത് അയാൾക്ക് മോശമായിട്ട് വരുന്നേക്കാളും നല്ലത്. കാരണം സിബിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ശിവകാർത്തികിന്റെ പ്രൊജക്ട് ഒന്ന് ഓണാക്കാൻ വേണ്ടി പുള്ളി അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോ നേരടിക്ക് ഒരു രജനീകാന്ത് പ്രൊജക്ടിലേക്ക് പുള്ളി വരിക പറയുമ്പോൾ അയാളുടെ ഗ്രാഫും മാറും, പിന്നെ സാലറിയും കുറവായിരിക്കും, പ്രൊഡക്ഷന് പെട്ടെന്ന് സിനിമ തീർക്കാനും പറ്റും. എന്തെങ്കിലും പ്രോപ്പർ ഫിലിം ആയിരിക്കട്ടെ.